ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഓർഗാനിക് റോസ അഥവാ ഫ്ലെയിമിംഗ് ഗ്ലോറി ബോവർ. കേരളത്തിൽ അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു സുന്ദരി ക്രീപ്പർ പ്ലാന്റാണിത്. ക്ലെറോഡെൻഡ്രം സ്പ്ലെൻഡൻസ്, ഗ്ലോറി ട്രീ എന്നൊക്കെയാണ് ഈ സുന്ദരിയുടെ പേരുകൾ. സമ്മർ സീസൺ ആയാൽ കുലകുലയായി നമ്മുടെ ഗാർഡനെ പൂക്കളാൽ നിറയ്ക്കുന്ന വെസ്റ്റ് ആഫ്രിക്കൻ സുന്ദരിയാണിവൾ. ഇതിലെ ഓരോ നോഡുകളിലും പൂക്കളാണ്. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചെത്തിപ്പൂക്കളോടും അതല്ലെങ്കിൽ ബ്ലീഡിംഗ് ഹാർട്ട് വൈനോടും സാമ്യമുള്ളതാണ് ഓർഗാനിക് റോസയ്ക്ക്. ഫ്ലെയിമിംഗ് ഗ്ലോറി ബോവറിൻ്റെ ഇലകൾക്ക് റൗണ്ട് ഷേപ്പാണ് ഉള്ളത്. ഈ കാണുന്നത് നമ്മുടെ ക്ലോക്ക് വൈൻ ചെടിയുടെ ഇലകളാട്ടോ. ഇതിൻ്റെ ഇടയിൽ രണ്ടും ഒരേ രീതിയിലാണ് കയറിപ്പോയിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ആരും റൗണ്ട് ഷേപ്പിലാന്ന് പറഞ്ഞിട്ട് ഇത് റൗണ്ടിലല്ലോ ഇരിക്കണേ, നീണ്ടിട്ടാണല്ലോ ഇരിക്കണേ എന്ന് ചോദിച്ചേക്കരുത്. ഇത് നമ്മുടെ ക്ലോക്ക് വൈൻ്റെ ലീഫാണ് ആ ഇടയിൽ കാണുന്നത്. അല്ലാതെ നമ്മുടെ ബോവർ ചെടിയുടെ ഇലകൾ തനി റൗണ്ട് ഷേപ്പ് അല്ലാതാനും എങ്കിൽ ഒരുമാതിരി റൗണ്ട് ഷേപ്പിലാണ് തന്നെ. അങ്ങനെയാണ് അതിൻ്റെ ഇലകളുടെ ഷേപ്പ് എന്ന് പറയുന്നത്. ഇത്രയും നല്ല സുന്ദരമായ പൂക്കൾ നൽകുന്ന ഈ ചെടിയെ വളർത്താൻ വലിയ പാടാണെന്നൊക്കെ നമ്മൾ ഓർക്കും. പക്ഷേ ഒട്ടും പാടില്ല കേട്ടോ. പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള റിസ്ക്കും ഇല്ലാതെ നമ്മുടെ ഗാർഡനിൽ സമ്മർ സീസൺ ആയിക്കഴിഞ്ഞാൽ പൂക്കളാൽ നിറയ്ക്കുന്ന ഒരു സുന്ദരി കുഞ്ഞു തന്നെയാണ് ഈ സുന്ദരി ചെടി. പക്ഷേ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇത് പിടിച്ച് കിട്ടിയാൽ. പക്ഷേ ഇതിങ്ങനെ പിടിച്ച് കിട്ടാൻ വളരെ പാടാണ്. ഒരു 10-12 തണ്ട് നട്ട് കഴിഞ്ഞാൽ, തണ്ട് വഴിയാണ് നമ്മൾക്ക് ഇതിൻ്റെ മെയിനായിട്ടും പ്രൊപ്പഗേഷൻ നടത്തുന്നത്. ഒരു 12 തണ്ടെങ്കിലും നട്ടാൽ അതിൽ 1-2 തണ്ടുകൾ മാത്രമാണ് നമുക്ക് പിടിച്ച് കിട്ടുക. അതല്ലെങ്കിൽ നമ്മൾ എയർ ലെയറിങ്ങോ അതല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് മെത്തേഡോ മറ്റോ യൂസ് ചെയ്ത് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് തണ്ടുകൾ ഡയറക്റ്റായിട്ട് മണ്ണിൽ കിളിപ്പിക്കാൻ സാധാരണ നമ്മൾ ചെയ്യുന്ന രീതിയിൽ നട്ട് വെച്ചിട്ട്, പക്ഷേ അതിൽ നടുന്നതിൻ്റെ പകുതിയിൽ 4-1 തണ്ടുകൾ മാത്രമാണ് നമുക്ക് പിടിച്ച് കിട്ടത്തുള്ളൂ. കുറച്ച് റിസ്ക്കാണ്, പക്ഷേ എങ്കിലും തൈകൾ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ലോട്ടറി തന്നെയല്ലേ. തൈകൾ പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ പ്രത്യേകിച്ച് നമുക്ക് ഇതിൻ്റെ അകത്ത് കെയറിങ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് ഈ തൈകൾ അല്ലെങ്കിൽ ഈ ചെടിയെ നടാൻ ശ്രദ്ധിക്കുക. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നതനുസരിച്ച് മാത്രമാണ് ഇതിൽ പൂക്കളാൽ നിറയത്തുള്ളൂ. എത്രത്തോളം സൺലൈറ്റ് കിട്ടുമോ അത്രത്തോളം പൂക്കളും ഇതിലുണ്ടാകും. നമ്മളിപ്പോൾ തണലത്താണ് ഇത് നട്ടിരിക്കുന്നതെങ്കിൽ പൂക്കൾ വളരെ കുറഞ്ഞിട്ടോ 1-2 പൂക്കൾ, അത് ഇതുപോലെ ഒരുപാട് ഒരു കൊലയിൽ തന്നെ ഒത്തിരി പൂക്കളൊന്നും വരണമെന്നില്ല. ചിലപ്പോൾ ഒരു കൊലയിൽ ഒറ്റ പൂ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷേ നിറയെ 6 തലച്ചങ്ങ ഇലയൊക്കെ കയറി വളരും. പക്ഷേ പൂക്കൾ വളരെ കുറവായിരിക്കും. ഈ കാണുന്ന നമ്മുടെ ചെടി ഒരു 8-9 കൊല്ലം പഴക്കമുള്ള ചെടിയാട്ടോ. ഇതിന് പ്രത്യേകിച്ച് നമ്മൾ കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. വല്ലപ്പോഴും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. അതുപോലെ നമ്മുടെ കയ്യിൽ എന്ത് വളമാണോ ഉള്ളത് ആ വളം നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കും. അത് ചിലപ്പോൾ വർഷത്തിൽ ഒന്നായിരിക്കും ഇട്ട് കൊടുക്കുന്നത്. അത് ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടമോ കോഴിക്കാഷ്ടമോ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള എന്ത് ജൈവവളമാണോ ആ ജൈവവളം മാത്രം മതി നമ്മുടെ ഈ ബോവർ സുന്ദരിയെ ഇതുപോലെ വസന്തം നിറയ്ക്കാനായിട്ട്. ഇനി ഈ പറഞ്ഞ ജൈവവളവും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. എല്ലാവരുടെയും വീട്ടിൽ കഞ്ഞി വെക്കുന്നുണ്ടാവുമല്ലോ. ഈ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളം നേർപ്പിച്ച് നമ്മുടെ ഏത് പൂച്ചെടികൾക്കും ഒഴിക്കുന്നത് ഏറ്റവും നല്ലൊരു വളമാണ്. ഇത് എൻ്റെ വീട്ടിലുള്ളതല്ല കേട്ടോ, നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിയുടെയാണ് ഈ ചെടി. അപ്പം സംഗീത ചേച്ചി മെയിനായിട്ട് കൂടുതലും കഞ്ഞിവെള്ളമാണ് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു. കഞ്ഞിവെള്ളം നേർപ്പിച്ച് ഇതിന് ചോട്ടിൽ ഒഴിച്ച് കൊടുക്കാറുണ്ട്. അതല്ലാതെ പ്രത്യേകിച്ച് ഇതിന് കെയറിങ് ഒന്നും തന്നെ ചേച്ചി കൊടുക്കാറില്ല. പക്ഷേ എല്ലാ സമ്മർ സീസണിലും നിറയെ പൂക്കളാണ്. പൂക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നോക്കി നിൽക്കും. അതാണ് ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് നടുന്നതുകൊണ്ടായിരിക്കാം ഈ ചെടിയിൽ ഇതുവരെ നമ്മളങ്ങനെ പെസ്റ്റുകളൊന്നും തന്നെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പെസ്റ്റിസൈഡ് യൂസ് ചെയ്യേണ്ട കാര്യവും ഉണ്ടായിട്ടില്ല. ഇനി നമ്മൾ കാണുന്നത് പൂക്കൾ പൊഴിഞ്ഞു പോയതിന് ശേഷമുള്ള അതിൻ്റെ അവസ്ഥയാണ്. ഇതിന് പൂക്കൾ പൊഴിഞ്ഞു പോയ ശേഷമായിട്ടായാലും അതിൻ്റെ കുലകൾക്ക് ആ റെഡ് കളറുള്ള ക്യാപ്പ് പോലെ ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. പൂക്കൾ ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് അതിൻ്റെ അകത്ത് തോന്നുന്നത്. മറ്റേത് വിടർന്ന പൂക്കളും പൂ പോയതിന് ശേഷം അത് ശരിക്കും വിടരാത്ത ഒരു പൂക്കൾ വന്നേ തോന്നത്തുള്ളൂ. ആ റെഡ് കളറ് ക്യാപ്പ് തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പൂക്കളില്ല എന്നുള്ളൊരു ഫീല് വരത്തില്ല. അതുകൊണ്ട് പൂക്കൾ ഉള്ളപ്പോഴും മൊട്ടായിട്ടിരിക്കുമ്പോഴും അതുമല്ല പൂക്കൾ പൊഴിഞ്ഞു പോയ ശേഷവും കാണാൻ വളരെ സുന്ദരിയാണിവൾ. ഇപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ മനസ്സിലുള്ള ഒരു ചോദ്യമായിരിക്കും, ഇത് പോട്ടിലാണോ അതല്ലെങ്കിൽ ഡയറക്റ്റ് ഗാർഡനിൽ നടുമ്പോഴാണോ കൂടുതൽ നല്ലത് എന്ന്. അതിൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഡയറക്റ്റ് ഗാർഡനിൽ നടുമ്പോഴാണ് ഈ ചെടി ഇത്രയും ഭംഗിയോട് കൂടി നിലനിൽക്കുന്നത്. പോട്ടിലാകുമ്പോൾ അതിന് വളരുന്നതിന് ഒരു പരിമിതിയുണ്ട്. ആ ലിമിറ്റേഷനപ്പുറം അത് വളരുന്നില്ല. ഗാർഡനിലാകുമ്പോൾ അതതിൻ്റെ ഇഷ്ടത്തിനാണ് വളരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ധാരാളം പൂക്കളും നൽകും. നമ്മൾ ബ്ലീഡിംഗ് ഹാർട്ടൊക്കെ നമ്മൾ ചെറിയ ചെടിച്ചട്ടിയിലും പോട്ടിലൊക്കെ നട്ട് വളർത്തുന്നുണ്ട്.
പക്ഷേ അതിൻ്റെ ആ ഒരു സെയിം ഫാമിലിയിലാണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ഫ്ലെയിമിംഗ് ഗ്ലോറി ബോവർ നിറവസന്തം നിറയ്ക്കുന്നത് ഡയറക്റ്റ് ഗാർഡനിൽ നടുമ്പോൾ തന്നെയാണ്. ചെടികളെയും പൂക്കളെയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന എന്നാൽ ഒരുപാട് കെയർ ഒന്നും നൽകാൻ സമയമില്ലാത്ത തുടക്കക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ചെടിയാണ് ഫ്ലെയിമിംഗ് ഗ്ലോറി ബോവർ എന്ന് പറയുന്ന സുന്ദരി ചെടി. അപ്പോൾ നമ്മൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ, നമ്മുടെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സഹായിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.